യേശു അത്ഭുതം ചെയ്യുന്നു എറണാകുളത്ത് ജീസസ് വോയ്സ് ഒരുക്കുന്ന TV പ്രേക്ഷക സംഗമം ജനുവരി 16, 17, 18 തീയതികളിൽ ബ്രദർ അനി ജോർജ് ശുശ്രൂഷിക്കുന്നു. സ്ഥലം YMCA ഹാൾ, ചിറ്റൂർ റോഡ്, എറണാകുളം. കടന്നുവരുവിൻ, അനുഗ്രഹം പ്രാപിപ്പിൻ. ജീസസ് വോയ്സിൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ദൈവം ഒട്ടനവധി അത്ഭുതങ്ങൾ ചെയ്തു. ഈ എപ്പിസോഡിലും കർത്താവ് വൻകാര്യങ്ങളെ ചെയ്യുക തന്നെ ചെയ്യും. ഈ ശുശ്രൂഷ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അനേകരിലേക്ക് കർത്താവിൻ്റെ വിടുതലുകൾ വെളിപ്പെടുന്നത് കാണാനിടയായി തീർന്നു. ഈ എപ്പിസോഡിലും കർത്താവ് അത്ഭുതം ചെയ്യും. ഇത് യേശു നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുന്ന ദിവസമാണ്. നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് കടക്കാം. ഈ എപ്പിസോഡ് സ്പോൺസർ ചെയ്ത ഫാമിലിയെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഈ വചനത്തിലൂടെ കർത്താവ് നിങ്ങളെ തൊട്ട് സംസാരിക്കും. പ്രാർത്ഥനയോടെ ആയിരിക്കാം. നമുക്ക് കർത്താവിൻ്റെ വചനത്തിലേക്ക് പോകാം. ഇന്ന് നമ്മൾ ചിന്തിക്കാൻ പോകുന്ന യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നാണ്. യോഹന്നാന്റെ സുവിശേഷം നമുക്ക് എടുക്കാം. 1-ാമത് അധ്യായം, യോഹന്നാന്റെ സുവിശേഷം 1-ാമത് അധ്യായം. കർത്താവിന്റെ സ്തോത്രം. അതിൻ്റെ 16 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് വായിക്കുന്നത്. 3 വാക്യങ്ങൾ. ജോൺ ചാപ്റ്റർ 1 verse 16, 17, 18 3 വാക്യങ്ങൾ വായിക്കാം. അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അവന്റെ നിറവിൽ നിന്ന് നമുക്കെല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അടുത്തത്, ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു. കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു. അടുത്ത, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ പുത്രൻ പിതാവിനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. എല്ലാ കണ്ണുമടച്ച് ഒരേപോലെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവത്തോട്. എന്നോട് പരിശുദ്ധാത്മാ പറയുന്നു, ചിലർക്ക് ദൈവത്തിന്റെ നിറവിൽ നിന്ന് ഇന്ന് കൃപമേൽ കൃപ ലഭിക്കാൻ പോകുകയാ. 1 മിനിറ്റ് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചാട്ട്. നിങ്ങൾക്കെതിരെ നിൽക്കുന്ന എല്ലാ ശക്തികളും ഇന്ന് പരാജയപ്പെടും. കർത്താവിൻ്റെ നിറവിൽ നിന്ന് നിങ്ങൾക്ക് കൃപമേൽ കൃപ പ്രാപിക്കാൻ പോവുക. ഇതിനകത്ത് വന്ന ചിലരെ കർത്താവ് നിറയ്ക്കാൻ പോവുക. മുട്ടോളമല്ല, അരയോളമല്ല, നീന്തിയിട്ടല്ലാതെ കടക്കാൻ പറ്റാത്ത ഒരാത്മ നദിയിലേക്ക് കർത്താവ് നിങ്ങളെ കൊണ്ടുപോകാൻ പോകുകയാ. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അവിടുത്തോളം വലിപ്പമുള്ള വചനത്തെ കയ്യിലേൽപ്പിക്കുക. പരിശുദ്ധാത്മാവ് ഹൃദ്യമായി കർത്താവ് ജനത്തോട് സംസാരിക്കണം. തൃക്കൈ നീട്ടി രോഗികളെ സുഖപ്പെടുത്തണം. പ്രശ്നങ്ങളെ എടുത്തു മാറ്റണം. ഒരു ഭയങ്കര വിടുതൽ കർത്താവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടത് കൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട് ഈ വാക്യത്തിനകത്തുനിന്ന് നമ്മൾ ചിന്തിക്കാൻ പോവുക. 2 കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കും. ഒന്ന്, ക്രിസ്തുവിൽ നിന്നുള്ള നിറവിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കും. 2, ക്രിസ്തുവിൽ നിന്ന് നമ്മുടെ മേൽ പകരുന്ന കൃപയെ കുറിച്ച് ചിന്തിക്കും. നിങ്ങൾ രക്ഷിക്കപ്പെട്ടത് കൃപയാലത്രേ. നിങ്ങൾക്ക് സകല നന്മയും വന്നത് കൃപയാലത്രേ. പാപത്തിൽ നിങ്ങൾ രക്ഷപ്പെട്ടത് കൃപയാലത്രേ. ഇന്നിവിടെ വിടുവിക്കപ്പെട്ടതെല്ലാം കൃപയാലത്രേ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്. ഞങ്ങൾ പാടുമ്പോൾ ഒരു പാട്ട് പാടും, കൃപയാൽ നിലനിൽക്കും, കൃപയാൽ നിലനിൽക്കും. സ്തോത്രം. നിൽക്കുന്നതെല്ലാം കൃപയാലാണ്. ബൈബിൾ പറയുന്നു, നിൽക്കുന്നു എന്ന് തോന്നുന്നവൻ വീഴാതിരിപ്പാൻ സൂക്ഷിക്കട്ടെ. നിൽക്കുകയല്ല, നിങ്ങളെ ഒരാൾ നിർത്തി. നിന്നെ മൂടോടെ പിഴുതെറിയാൻ പിശാച് തന്ത്രം പടഞ്ഞപ്പോഴും നിന്നെ നിർത്തിയത് സർവശക്തനായ ദൈവമത്രേ. ചേർന്നൊരു ഹല്ലേലൂയ പറഞ്ഞാട്ട് ഞാൻ ഈ വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരിക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാകും. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം ഒരിക്കലും നമുക്ക് മറക്കാനൊക്കാത്ത ഒരു അധ്യായമാണ്. അതിന് കാരണം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച്. ആദിയിൽ വായിച്ചേ. ആദിയിൽ വചനമുണ്ടായിരുന്നു. ആദിയിൽ വചനമുണ്ടായിരുന്നു. വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു. വചനം ദൈവത്തോടുകൂടെ ആയിരുന്നു. വചനം ദൈവമായിരുന്നു. വചനം ദൈവമായിരുന്നു. ശ്രദ്ധിക്കണം, നിന്റെ കയ്യിലിരിക്കുന്ന വചനത്തിന് വേദപുസ്തകം പറയുന്ന അതിന് ദൈവത്തോളം വലിപ്പമുണ്ട്. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്.
ഇനി ഞാൻ ഇച്ചിരൂടെ മനസ്സിലാക്കാം. നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ദൈവവചനത്തിന് അതിന് ദൈവത്തോളം വലിപ്പമുണ്ട് എന്ന് പറഞ്ഞാൽ ഇച്ചിരൂടെ കയറി പറയാം. കർത്താവിന്റെ സ്തോത്രം. അതുകൊണ്ട് ആ പ്രവചനത്തിൽ സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്ന അവൻ വചനം അയച്ച് അവരെ സൗഖ്യമാക്കും എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതത്തിന്റെ രോഗത്തെ സൗഖ്യമാക്കാൻ ഒരു വചനം അയച്ചാൽ മതി, അത് സൗഖ്യമാക്കി വെച്ചാൽ തിരിച്ചു വരത്തുള്ളൂ. അതുകൊണ്ട് യെശയ്യാവ് പ്രവചിച്ചത് എന്റെ വായിന്ന് പുറപ്പെടുന്നത് എന്റെ വചനമാ. അടുത്തത് അത് വെറുതെ എന്റെ അടുക്കൽ മടങ്ങി വരത്തില്ല. അടുത്ത ശ്രദ്ധിക്കണം, ഞാൻ അയച്ച കാര്യം സാധിപ്പിച്ചിട്ടേ ആ വചനം തിരിച്ചു വരത്തുള്ളൂ എന്ന് പറഞ്ഞാൽ നിന്റെ കുടുംബത്തെ വിടുവിക്കാമെന്നൊരു വചനം നിന്റെ വീട്ടിൽ അയച്ചാൽ നീ 10 രാത്രി കിടന്നുറങ്ങിയാലും ആ വചനം തിരിച്ചു വരത്തില്ല. ഒരാമീൻ പറഞ്ഞു തുടങ്ങണമേ. ഹല്ലേലൂയ. ആ വചനം എന്താ ചെയ്യുന്നതെന്നറിയാമോ? ആ വചനം നിന്നെ സൗഖ്യമാക്കിയേ തിരിച്ചു വരത്തുള്ളൂ. വിശ്വസിക്കുന്നവർ ചേർന്ന് രാമീൻ പറഞ്ഞാട്ട്. അങ്ങനെയാണെ ഒരു കത്യം പറയാം, നിങ്ങളുടെ വീടിനകത്ത് ദൈവം അയച്ച പല വചനങ്ങളും ഇപ്പോഴും നിൽക്കുക. എന്താ അത് തിരിച്ചു വരാത്തറിയാം? അയച്ച കാര്യം വചനം സാധിപ്പിച്ചിട്ടേ തിരിച്ചു വരത്തുള്ളൂ. കുഞ്ഞെ സത്യം പറയാം, വചനത്തിന് ദൈവത്തോളം ശക്തിയുണ്ട്. ഞാൻ പറയാം, ഈ കറുത്ത പുസ്തകം മാറോട് ചേർത്ത് നടക്കാനുള്ളത് മാത്രമല്ല, ഇതിനകത്തെ വചനത്തെ അയക്കാനുള്ളതാ. ഹല്ലേലൂയ. അങ്ങനെയാണെന്ന് ഒരു കാര്യം മനസ്സിലാക്കണം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ട്. അങ്ങനെയാണ് ശ്രദ്ധിക്കണം. ഇന്നിവിടെ പ്രവർത്തിക്കുന്നത് ജീവനുള്ള ദൈവത്തിന്റെ വചനമത്രേ. നീ പറയണം, നിന്റെ പ്രശ്നത്തിനകത്തോട്ട് ഈ വചനം കയറാൻ പോവാ, നിന്റെ പ്രതിസന്ധിക്കകത്തോട്ട് ഈ വചനം പ്രവർത്തിക്കുവാൻ പോകുകയാ. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചേ, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയത്, വചനം ദൈവമായിരുന്നു. അടുത്ത വാക്യം ശ്രദ്ധിച്ചേ. സകലവും അവൻ മുഖാന്തരം ഉളവായി, ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായി. ആര് മുഖാന്തരം? സകലതും യേശു മുഖാന്തരം ഉളവായി. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായില്ല. നിങ്ങൾ ഇങ്ങോട്ട് നോക്കി. സ്തോത്രം. കേരളത്തിൽ എവിടെ കുഴിച്ചാലും വെള്ളം, അറബി നാട്ടിൽ എവിടെ കുഴിച്ചാലും ഓയില്, ബിലായിൽ എവിടെ കുഴിച്ചാലും ഇരുമ്പ്. സ്തോത്രം. നോക്കിക്കേ, ദൈവത്തിന് സ്തോത്രം. ഇതെല്ലാം ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കിനാൽ ഈ പ്രപഞ്ചത്തെ ഉണ്ടാക്കിയവനാണ് നമ്മുടെ കർത്താവ്. ഒരു ഹല്ലേലൂയ പറയണം. ചൂടെ കയറി പറയാം. പൗലോസ് ഒരിക്കൽ പറഞ്ഞു, ഹാ ദൈവത്തിന്റെ ധനം. എന്താ ദൈവത്തിന്റെ ധനം? കടലിലെ മീൻ പിടിച്ചു വിറ്റാൽ എത്ര കോടിയുടെ മീനുണ്ട്? നീ കൊച്ചുകുട്ടിയായപ്പോഴും മീൻ തിന്നുകയല്ലേ, ഇന്ന് ഉച്ചയ്ക്കും കഴിച്ചില്ലേ മീന്? ഇതുവരെ തീർന്നു, ഇനി തീരത്തുമില്ല. എന്താ കാര്യം? ഹാ ദൈവത്തിന്റെ ധനം, ജീസസ്. ഞാനൊരു സത്യം കൂടെ നിങ്ങളോട് പറഞ്ഞ മുന്നോട്ട് പോകാം. കർത്താവിന്റെ സ്തോത്രം. സകലതും അവൻ മുഖാന്തരം ഇളവായി. നീ ആരാധിക്കുന്ന ദൈവം ആരാ? സകലത്തെയും ചമച്ചവനാ. ഉണ്ടാകട്ടെ എന്ന ഒറ്റ വാക്കിന പ്രപഞ്ചത്തെ കൈക്കുമ്പിളിട്ട് സൃഷ്ടിച്ചവൻ. അവൻ വിളിച്ചു പറയുക, അവൻ അത്രേ സകലത്തിനും കാരണഭൂതൻ. ആ ദൂതിലേക്ക് വരിക. കർത്താവിന്റെ സ്തോത്രം. അടുത്ത വാക്യങ്ങൾ ശ്രദ്ധിച്ചേ. ദൈവത്തിന് സ്തോത്രം. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആരിൽ ജീവൻ ഉണ്ടായിരുന്നു? ക്രിസ്തുവിൽ ജീവൻ ഉണ്ടായിരുന്നു. ജീവൻ മനുഷ്യന്റെ വെളിച്ചമായി. അടുത്ത വാക്യം, വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്ടെ. ഇന്ന് നമുക്ക് സ്തുതിക്കാനുള്ള ഏക വക, എത്ര ഇരുട്ടുണ്ടെങ്കിലും വെളിച്ചം പ്രകാശിച്ചാൽ ഇരുട്ട് വഴിമാറി കൊടുക്കും എന്ന് പറഞ്ഞാൽ, ഇരുട്ട് ചില വീടുകളെ പിശാച ഇരുട്ടുകൊണ്ട് ബന്ധിക്കാറുണ്ട്. പക്ഷെ വെളിച്ചം എവിടെ വെളിപ്പെടുന്നോ അവിടെ ഇരുട്ട് വഴിമാറിപ്പോകും. ഇന്ന് രാത്രിയിലും ഒരു ദൂത് പറയാം. നിന്റെ ഭാവിയെ തടയുന്ന ഇരുട്ടുകൾ ഉണ്ടെങ്കിൽ, നിന്റെ ഉയർച്ചയെ തടയുന്ന ഇരുട്ടുകൾ ഉണ്ടെങ്കിൽ, ഇന്നിവിടെ വ്യാപരിക്കുന്ന ക്രിസ്തുവിലെ വെളിച്ചത്താൽ ഇരുട്ടുകൾ തന്നെ വഴിമാറും. അടുത്ത വാക്യം, അടുത്തൊരു ചെറിയ വാക്യത്തിലേക്ക് നിങ്ങൾ സത്ത് കൊണ്ടുവരണം, എന്നാലേ നമുക്ക് നിറവിനെ കുറിച്ച് പറയാൻ പറ്റൂ. ദൈവം അയച്ചിട്ട് ഒരു മനുഷ്യൻ വന്നു, അവന് യോഹന്നാൻ എന്ന പേർ. ദൈവം അയച്ചിട്ടൊരു മനുഷ്യൻ വന്നു, അവന്റെ പേരെന്താ? യോഹന്നാൻ. യോഹന്നാനെ കുറിച്ച് മത്തായിയിൽ എഴുതിയേക്കുന്ന ഒരു ഭാഗമുണ്ട്, വായിക്കാൻ നേരമില്ല. കർത്താവിന്റെ സ്തോത്രം. മത്തായിയിൽ യോഹന്നാൻ എഴുതുന്ന ഒരു ഭാഗമുണ്ട്. യോഹന്നാനെ കുറിച്ച് എഴുതിയേക്കുന്നത്, യോഹന്നാൻ പറയാ, എന്റെ പിന്നാലെ ഒരുവൻ വരുന്നു, അവൻ എന്നേക്കാൾ ബലവാൻ. ജീസസ്.
ഞാനൊരു സത്യം പറയാം, യേശുവിനെ കുറിച്ച് യോഹന്നാൻ അവതരിപ്പിക്കുക, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ എന്നേക്കാൾ ബലവാനാ. ഞാൻ ഇന്നും പറയാം, ആ യേശുവിന്റെ പേരാ ബലവാൻ. ഇന്നും അവൻ ബലപ്രയോഗം നടത്താൻ ഇതിനകത്ത് വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായ കുഞ്ഞെ, നിനക്ക് ചെയ്യാൻ കഴിയാത്തത് ഇന്ന് രാത്രി അവൻ ചെയ്യാൻ പോകുകയാ. നിന്റെ ബുദ്ധിക്ക് തയ്യാൻ കഴിയാത്തത് ഇന്ന് അവൻ ചെയ്യാൻ പോകുകയാ. എന്താ കാര്യം? അവന്റെ പേര് ബലവാനെന്നാ. ഞങ്ങൾ ചിലരോട് പറയത്തില്ലേ, ബ്രദറെ നിങ്ങൾ പ്രാർത്ഥിച്ച് മടുത്തെങ്കിൽ നിങ്ങൾ യേശുവിന്റെ അടുക്കലോട്ട് വാ. എന്താ കാര്യം? നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ബലപ്രയോഗം നടത്തും. ജീസസ് 38 വർഷം ബന്ധിച്ചിരുന്നവനെ 38 സെക്കൻഡ് കൊണ്ട് ബലപ്രയോഗം നടത്തി വിടുവിച്ചവനായ എൻ്റെ കർത്താവ്. വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ ഞാൻ ദൂത് വിളിച്ചു പറയാം, നിന്റെ കുടുംബചരിത്രം മാറ്റാൻ ആ ബലവാൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. പാലായിലെ ശപിക്കപ്പെട്ട നിന്റെ വീടിന്റെ അന്തരീക്ഷത്തെ ഇന്ന് രാത്രി ബലപ്രയോഗം നടത്തി വഴിമാറ്റാൻ കഴിയുന്ന ക്രിസ്തു ഇതിനകത്ത് വന്നിട്ടുണ്ട്. ഓ ജീസസ്. നിങ്ങൾക്കറിയാമോ, കർത്താവ് ബലപ്രയോഗം നടത്തിയാൽ മരണം ജീവനാകും. കർത്താവ് ബലപ്രയോഗം നടത്തിയ ശാപം അനുഗ്രഹമാകും. കർത്താവ് ബലപ്രയോഗം നടത്തിയ പരാജയം വിജയമാകും. കർത്താവ് ബലപ്രയോഗം നടത്തിയ തകർച്ച ഉയർച്ചയാകും. യോഹന്നാനെ കുറിച്ച് യോഹന്നാൻ യേശുവിനെ കുറിച്ച് പറയാം, എൻ്റെ പിന്നാലെ ഒരുവൻ വരുന്നുണ്ട്, അവൻ എന്നേക്കാൾ ബലവാനാ. എടാ, യായിറോസിന്റെ മകളുടെ വീട്ടിൽ ചെന്നപ്പം ആ വീട്ടിൽ ബാൻഡൂറ്റും ചെണ്ടമേളം നടക്കുക. കാരണം കൊച്ചു മരിച്ചു, വിലാപയാത്ര ആരംഭിക്കാൻ പോവാ. ക്രിസ്തു ജന്നച്ച് പറയുന്നൊരു ഭാഗമുണ്ട്. ദൈവത്തിന് സ്തോത്രം. അമ്മ കരച്ചിൽ നിർത്ത്, ബാൻഡൂത്ത് നിർത്ത്, കൊച്ചു മരിച്ചിട്ടില്ല, കൊച്ചുറങ്ങുക അത്രേ. യേശുവിനോട് ചോദിച്ച, ക്രിസ്തുവേ നിനക്ക് ഇത്ര ഉറപ്പെന്താ? അവൻ പറയും, ഞാൻ ബലവാനാടാ, എന്റെ ബലത്തിനു മുമ്പിൽ മരണം വരെ വഴിമാറിത്തരും. വിശ്വസിച്ചു തുടങ്ങുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി ഞാൻ വിളിച്ചു പറയാം, പാലാ ടൗണിനകത്ത് യേശു ബലവാനാ. നിന്റെ കുടുംബ അന്തരീക്ഷത്തെ മാറ്റാൻ യേശു ബലവാനാ. നിന്റെ കരുത്ത് കൊണ്ട് ചെയ്യാൻ കഴിയാത്തത് യേശു തന്റെ ശക്തി കൊണ്ട് ചെയ്യുകയാ. അതേക്കുറിച്ച് വേദപുസ്തകം പറയുന്ന ഒരു ചെറിയ ഭാഗങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചേ. കർത്താവിന് സ്തോത്രം. അതിന്റെ ദൈവത്തിന് സ്തോത്രം 8-ാമത്തെ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചേ. അവൻ വെളിച്ചമായിരുന്നില്ല, വെളിച്ചത്തിന് സാക്ഷ്യം പറയേണ്ടുന്നവൻ അത്രേ. ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു. ഒരു ഹല്ലേലൂയ പറഞ്ഞാട്. യേശുവിനെ കുറിച്ച് പറയാ, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചം. ജീസസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? നിന്റെ വീട് ഇരുട്ടുകൊണ്ട് മൂടിയെന്ന് നിന്റെ ദേശക്കാര് വിധി എഴുതുമ്പം കുഞ്ഞെ നീ പേടിക്കണ്ട, സത്യ വെളിച്ചം നിന്റെ വീട്ടിലോട്ട് വരാൻ പോവാ എന്ന് പറഞ്ഞ യെശയ്യാ 60 എഴുതിയ പോലെ നിന്നെ പ്രകാശിപ്പിക്കാൻ എന്റെ ദൈവത്തിന് സമയമായി. നീ എവിടെ തലകുരിച്ചോ അവിടെ നീ പ്രകാശിക്കാൻ പോകുകയാ. എവിടെ നീ നിന്ന സഹിച്ചോ അവിടെ നീ പ്രകാശിക്കാൻ പോകുക. എവിടെ നീ നിലംപരിച്ചായോ അവിടെ നീ പ്രകാശിക്കാൻ പോകുക. എവിടെ നീ കണ്ണുനീരൊഴുക്കിയോ അവിടെ നീ പ്രകാശിക്കും. നിങ്ങൾ വിശ്വസിക്കണം, കർത്താവ് ഈ ശുശ്രൂഷ കൊണ്ട് ചിലരെ പ്രകാശിപ്പിക്കാൻ പോവാ. നിങ്ങൾക്ക് താല്പര്യമുണ്ടോ നിങ്ങളെ നിന്നിച്ച ദേശത്ത് നിങ്ങൾക്കൊന്ന് പ്രകാശിക്കണമെന്ന്? ജീസസ്, ഞാൻ വിളിച്ചു പറയാം, ആരുടെയൊക്കെയോ ജീവിതത്തെ കർത്താവ് പ്രകാശിപ്പിക്കാൻ പോവുക. ഇരുട്ട് മൂടിക്കിടക്കുന്ന ഒരിക്കലും രക്ഷപ്പെടത്തില്ലെന്ന് നിന്നെ കുറിച്ച് വിധി പറഞ്ഞ സമൂഹത്തിന്റെ നടുവിൽ പരിശുദ്ധാത്മാവ് പറയുക, നിന്നെ ദേശത്തൊരു പ്രകാശമാക്കി മാറ്റാൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായ, നിന്റെ വീട്ടുപേര് നിമിത്തം ദേശം പ്രകാശിക്കും. നിന്റെ അപ്പന്റെ പേര് നിമിത്തം ദേശം പ്രകാശിക്കും. നിന്റെ പേര് നിമിത്തം ദേശം പ്രകാശിക്കും. നിന്നെ പ്രകാശിപ്പിക്കാൻ കഴിയുന്ന സത്യ വെളിച്ചം. ഈ യേശു യേശു എന്ന് പറയുമ്പോൾ ആൾ ഓടിക്കൂടാൻ കാര്യം എന്നാന്നറിയോ? പറയാം, കർത്താവ് അവന്റെ അടുക്കൽ ആര് വന്നാലും അവര് പ്രകാശിക്കും. ഓ ജീസസ് എന്ന് പറഞ്ഞ ഒരു കഴിവുമില്ലാത്തവൻ പ്രകാശിക്കും. ഒരു മിടുക്കുമില്ലാത്തവൻ പ്രകാശിക്കും. ചേർന്ന് ഹല്ലേലൂയ പറഞ്ഞാട്ട് ഞാൻ ആത്മാവി വിളിച്ചു പറയാം, ചിലരെ കർത്താവ് പ്രകാശിപ്പിക്കാൻ പോകുകയാ. ഇനി നീ എവിടെ പരാജയപ്പെട്ടോ, ഈ 2014 തല കുനിക്കുന്ന വർഷമല്ല, പ്രകാശിക്കുന്ന വർഷമാ. നീ ഒഴിഞ്ഞു പോയ നന്മകൾ നിന്നെ തേടി വരാൻ പോകുകയാ. ശപിക്കപ്പെട്ടെന്ന് നീ പറഞ്ഞ അനുഗ്രഹങ്ങൾ ഇതാ നിന്റെ കുടുംബത്തിനകത്തേക്ക് കർത്താവ് ഇറക്കി തരിക. നിനക്ക് ഇത്രയും കഴിവുണ്ടായിരുന്നോ എന്ന് ദേശം ചോദിക്കത്തക്കവണ്ണം യേശു നിന്നെ ഇന്ന് രാത്രി പ്രകാശിപ്പിക്കും. ഹല്ലേലൂയ. എനിക്കറിയാം ചിലരെ കർത്താവ് ശുശ്രൂഷയിൽ പ്രകാശിപ്പിക്കാൻ പോവാ. ഒരാമയും പറഞ്ഞാട്ട്.